Hello my dear students, I am Swapna Shaji, Assistant Professor, Department of Commerce Self, Nirmala College, Moovattupuzha. നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഇല്ലുസ്ട്രേഷൻ 6ലേക്കാണ് വരുന്നത്. കൂടുതൽ എക്സ്പ്ലനേഷനൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് നേരിട്ട് പ്രോബ്ലത്തിലേക്ക് കടക്കാം, കാരണം എക്സാംസ് നാളെയാണ്. കാൽക്കുലേറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി ഫ്രം ദി ഫോളോയിങ് അണ്ടർ ഇൻഡയറക്റ്റ് മെത്തേഡ്. ഇൻഡയറക്റ്റ് മെത്തേഡിൽ നമ്മൾ എങ്ങനെയാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് പോകുന്നത്? നമുക്ക് പതിവ് പോലെ തന്നെ ഒരു P&L അക്കൗണ്ട് ഉണ്ട്. ഞാനതിലെ ഓരോ ഐറ്റവും വിശദമായിട്ടൊന്നും വായിക്കുന്നില്ല. നമുക്ക് റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് ഉണ്ട്, അതർ ഇൻകം ഉണ്ട്, പിന്നെ സാധാരണ P&L അക്കൗണ്ടിൽ എന്തൊക്കെ ഉണ്ടാവാറുണ്ടോ അതൊക്കെയുണ്ട്. അതിൻ്റെയൊക്കെ നോട്ട്സും നമുക്ക് തന്നിട്ടുണ്ട്. അതർ ഇൻകത്തിൻ്റെ അകത്ത് 9,000 എന്ന് പറഞ്ഞ് വന്നേക്കുന്നത് പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ലാൻഡിൻ്റെ ഒരു 7,500 ഇൻട്രസ്റ്റ് റിസീവ്ഡ് 1,500 ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കറിയാം, നമ്മൾ ഇൻഡയറക്റ്റ് മെത്തേഡിൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് നിർമ്മിക്കുമ്പോൾ അതിനകത്ത് നമ്മൾ നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി കണ്ടുപിടിക്കുമ്പോൾ കുറയ്ക്കാറുണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ച് ഈ 2 അതർ ഇൻകംസ് നമ്മൾ കുറയ്ക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് നമ്മൾ ആഡ് ബാക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ഇവിടെ ഫിനാൻസ് കോസ്റ്റിൽ ഒരു ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ അഡ്ജസ്റ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്, അത് നമ്മൾ ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ ഡിപ്രീസിയേഷനും ഗുഡ് വിൽ റിട്ടേൺ ഓഫും തന്നിട്ടുണ്ട്, അതും നോൺ ക്യാഷ് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്, നമ്മൾ തിരിച്ച് ആഡ് ബാക്ക് ചെയ്യേണ്ടതായിട്ട് വരും. അതർ എക്സ്പെൻസിൽ ഒരു ലോസ് ഓൺ സെയിൽ ഓഫ് പ്ലാന്റ് ഉണ്ട്, ലോസും നമ്മൾ ആഡ് ബാക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ഓഫീസ് എക്സ്പെൻസ് ബിസിനസ്സുമായി ബന്ധമുള്ളത് കൊണ്ട് എടുക്കേണ്ട കാര്യമില്ല. അഡീഷണൽ ഇൻഫർമേഷൻസിൽ നമുക്ക് ട്രേഡ് റിസീവബിൾസ് തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇൻഡയറക്റ്റ് മെത്തേഡ് ചെയ്യുമ്പോൾ ട്രേഡ് റിസീവബിൾസ് കൂടിയോ എന്ന് നോക്കും. കറണ്ട് അസറ്റ് കൂടിയാൽ നമ്മളത് ലെസ് ചെയ്യണം എന്നാണ് പഠിച്ചിരിക്കുന്നത്. ഇൻവെൻട്രി ഇവിടെ 42 എന്നുള്ളത് 57,500 ആയി, അപ്പോൾ കൂടി അതിൻ്റെ ഡിഫറൻസ് നമുക്ക് ലെസ് ചെയ്യേണ്ടതായിട്ട് വരും. ട്രേഡ് പേയബിൾസ് 30 എന്നുള്ളത് 36,500 ആയി, കറണ്ട് ലയബിലിറ്റി കൂടിയാൽ നമ്മൾ ആഡ് ചെയ്യും. ഔട്ട്സ്റ്റാൻഡിങ് ഓഫീസ് എക്സ്പെൻസ് അതും ലയബിലിറ്റിയാണ്, കുറഞ്ഞു, അപ്പം നമ്മൾ ലെസ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ പഠിച്ചേക്കുന്നത് അല്ലേ? കറണ്ട് നമുക്ക് നോക്കാം, പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നോക്കാം കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ എന്തായാലും ഇത് വെച്ചുകൊണ്ട് നമ്മളോട് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത് ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ആണ്. അത് ഇൻഡയറക്റ്റ് മെത്തേഡിൽ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. എന്തായാലും നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ക്വസ്റ്റ്യനിൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് വരയ്ക്കണമെങ്കിൽ നമുക്ക് ഏറ്റവും ആദ്യം കാൽക്കുലേഷൻ ഓഫ് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് പ്രോഫിറ്റ് ഫോർ ദ പീരീഡ് നമ്മുടെ ക്വസ്റ്റ്യനിൽ നേരിട്ട് തന്നിട്ടുണ്ട്. പ്രോഫിറ്റ് ഫോർ ദ പീരീഡ് 40,000 ആണ്, ടാക്സ് പേ ചെയ്തേക്കുന്നത് 18,000 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പ്രോഫിറ്റ് ഫോർ ദ പീരീഡിൻ്റെ കൂടെ നമ്മുടെ ടാക്സ് 18,000 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കിട്ടും 58,000. അത് വെച്ചാണ് നമ്മുടെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് തുടങ്ങുന്നത്. നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് നമ്മൾ 58,000 കാണിക്കുന്നു. ദെൻ ആഡ് അഡ്ജസ്റ്റ്മെൻറ്റ് ഫോർ നോൺ ക്യാഷ് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസുകളാണ്. ഞാൻ ആദ്യം ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞിരുന്നു, ഫിനാൻസ് കോസ്റ്റിൽ ഒരു ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചർ ഉണ്ട്, ആഡ് ബാക്ക് ചെയ്യണം. ഡിപ്രീസിയേഷനും തിരിച്ച് ആഡ് ചെയ്യുന്നു. ഗുഡ് വിൽ റിട്ടേൺ ഓഫ് ആഡ് ചെയ്യുന്നു. ലോസ് ഓൺ സെയിൽ ഓഫ് പ്ലാന്റ് നമ്മൾ ആഡ് ചെയ്യുന്നു. ലെസ് ചെയ്യാനായിട്ടുള്ളത് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകംസ് ആയ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ലാൻഡ് ഉണ്ട് 7,500, അപ്പോൾ നമ്മൾ ലെസ് ചെയ്യുന്നു. ഇൻട്രസ്റ്റ് റിസീവ്ഡ് 1,500 ലെസ് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബിഫോർ വർക്കിംഗ് ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെൻറ്റ് 1,27,500 എന്ന് കിട്ടി. അതിൻ്റെ കൂടെ ഡിക്രീസ് ഇൻ കറണ്ട് അസറ്റ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യണം. നമ്മുടെ ക്വസ്റ്റ്യനിൽ അതില്ല. ഇൻക്രീസ് ഇൻ കറണ്ട് ലയബിലിറ്റി ഉണ്ടായിരുന്നു. ട്രേഡ് പേയബിൾസ് 36,500 എന്നുള്ളത് 30,000 എന്നുള്ളത് 36,500 ആയി. അപ്പോൾ കറണ്ട് ലയബിലിറ്റി കൂടിയാൽ കൂട്ടണം എന്നാണ് പഠിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ 6,500 നമ്മൾ കൂട്ടി, അങ്ങനെ 1,34,000 ആയി. ദെൻ ലെസ് ചെയ്യാനുള്ളത് ഇൻക്രീസ് ഇൻ കറണ്ട് അസറ്റ് കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറയ്ക്കണം. 70,000 എന്നുള്ളത് 82,000 ആയിരുന്നു എന്താണ് ട്രേഡ് റിസീവബിൾസ്, അപ്പോൾ ഡിഫറൻസ് 12,000 കുറയ്ക്കാനുള്ളതാണ്. പിന്നെ 42,000 എന്നുള്ള ഇൻവെൻട്രി 57,500 ആയിരുന്നു, അപ്പോൾ അത് നമുക്ക് ഡിഫറൻസ് കുറയ്ക്കാനുള്ളതാണ്. കറണ്ട് ലയബിലിറ്റി കുറഞ്ഞിരുന്നു. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് കറണ്ട് ലയബിലിറ്റി കൂടി, ഡിക്രീസ് ഇൻ കറണ്ട് ലയബിലിറ്റി അല്ലേ? അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ക്വസ്റ്റ്യനിൽ 3,000 കറണ്ട് ലയബിലിറ്റി ഉണ്ടായിരുന്നു, എത്രയായിട്ട് മാറി? 2,000 ആയിട്ട് മാറി. അപ്പം നമുക്ക് ഡിക്രീസ് ഇൻ കറണ്ട് ലയബിലിറ്റി എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. അപ്പം നമുക്ക് 1,000 രൂപ അത് മൈനസ് ചെയ്യാനുള്ളതാണ്. അങ്ങനെ മൊത്തം 28,500. അങ്ങനെ ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി 1,05,500 കിട്ടി. അതിൽ നിന്നും ഇൻകം ടാക്സ് പേ ചെയ്തേക്കുന്ന 18,000 കുറച്ച് കഴിഞ്ഞാൽ നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി നമുക്ക് കിട്ടുന്നു 87,500. അപ്പോൾ ഇത്രയേ ഉള്ള ഒരു പ്രോബ്ലം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ബാക്കി വീഡിയോസ് ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതാണ്. കൂടാതെ ഇപ്പോൾ എക്സാം നാളെ ആയതുകൊണ്ട് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ഇയർ വൈസ് ഓർഡറിൽ പ്രോബ്ലംസ് മാത്രം ഒന്ന് വർക്കൗട്ട് ചെയ്ത് ഞാൻ 2 മണിക്കൂറിനകം തന്നെ പോസ്റ്റ് ചെയ്യും. അപ്പോൾ അതും കൂടെ നന്നായി കണ്ട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഒന്ന് പഠിച്ചിട്ട് എക്സാംസ് അറ്റൻഡ് ചെയ്യുക. കീപ് വാച്ചിങ്. താങ്ക്